ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ സ്വാധീനിച്ചിരിക്കുന്നത്? ഈ പല ആൾക്കാരും ഇതിനെ അന്ധവിശ്വാസമായിട്ട് കാണുന്നുണ്ട്. അന്ധവിശ്വാസമായിട്ട് കാണുന്ന വ്യക്തികളോട് നമുക്ക് പറയാനുള്ളത്, ആദ്യം നിങ്ങൾ സയൻസിൻ്റെ പിറകെ ഒന്ന് പോകണം. ഇവിടെ പ്രപഞ്ചം ഉണ്ടായത് പോലും രണ്ട് പാറകൾ, വലിയ പാറകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടാണ് നമ്മുടെ ജീവൻ ഉണ്ടായത് പോലും. കൂട്ടിയിടിച്ച പാറകൾ തമ്മിൽ ഒന്ന് ചന്ദ്രനും സൂര്യനുമായി മാറുകയാണ് ഉണ്ടായത്. പല കൂട്ടിയിടലിലൂടെ പല ഗ്രഹങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ചലനത്തിൽ നിന്നുണ്ടായതാണ് നമ്മുടെ എനർജിയും പ്രാണനും ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പരസ്പര ആകർഷണ ബലമായിട്ട് അവിടെ അച്ചുതണ്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനെ നിന്ന ആ ഒരു തലത്തിൽ അവിടെ സൂക്ഷ്മ പൊടിപടലങ്ങൾ, അതുപോലെ ജലകണങ്ങളെല്ലാം രൂപപ്പെടുകയാണ്. അപ്പോൾ ആ ജലത്തിൽ രൂപപ്പെട്ട ഓക്സിജൻ്റെ അളവിൽ നിന്നും രൂപമുണ്ടായി. ആ രൂപത്തിൽ ആഗ്രഹം ജനിച്ച് കരയിലേക്ക് പ്രവേശിച്ച് പരിണാമ സിദ്ധാന്തം ഉണ്ടായി. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ ആൾക്കാർ ആദ്യം കാണേണ്ടത് ഈ ഒരു തത്വത്തിനെയാണ്. അപ്പോൾ ജീവൻ ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായത് എന്താണ്, അല്ലേ? അപ്പോൾ അതിലേക്കാണ് തിരിച്ചും പോകേണ്ടത്, അഗ്നിയിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ജ്യോതിശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ്. ഗ്രഹങ്ങളുടെ രൂപപ്പെടലിൽ നിന്നാണല്ലോ ജീവൻ ഉണ്ടായേക്കണേ. ആ ജീവനെ നിയന്ത്രിക്കുന്നത്, അവരുടെ തത്വം നിയന്ത്രിക്കുന്ന ഗ്രഹങ്ങൾ തന്നെയാണ്. ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ച് വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാവുന്നു. ചന്ദ്രൻ ചലനം അനുസരിച്ച് വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാവുന്ന പോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വ്യത്യാസമുണ്ട്. ജലം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ വ്യത്യാസം വരും. ആകർഷണം കൊണ്ട് ജലത്തിന് വേരിയേഷൻ വരും. രക്തവും ജലമാണ്. അതുപോലെ ഓരോ തത്വത്തെയും ഭൂമിയിൽ ഓരോ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്ക് അഭിമുഖമായി, ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ഓരോ ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്താണ് പ്രാണൻ, ദശപ്രാണൻ എന്ന് പറയുക. ആ ദശപ്രാണൻ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട മർമാസുണ്ട്. ആ മർമാസ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ഗ്രന്ഥികളിലേക്ക് ഇതൊക്കെ സഞ്ചരിക്കുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും വ്യക്തികളുടെ ആഗ്രഹങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് ഓരോ ഗ്രഹങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ദോഷത്തിൻ്റെ ഏറ്റക്കുറച്ചിലാണ് പരിഹാരഭാഗങ്ങളായിട്ട് വെച്ചിട്ടുള്ളത് പോലും. അപ്പോൾ ഓരോ വ്യക്തികൾ ചെയ്യുന്ന കർമ്മഫലങ്ങൾ, അവൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏതിനെ ബേസ് ചെയ്താണോ ആ പ്രാണനിലായിരിക്കും അവ ഇരിക്കുക. ആ പ്രാണൻ ഓരോ ഗ്രഹങ്ങളോട് ബന്ധപ്പെട്ടതാണ്. അത് ഓരോ നാഡികളിലും ഓരോ മർമാസിലും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ ബോധം ആ മർമാസിലായിരിക്കും ഇരിക്കുക. അത് ചക്രങ്ങളെന്ന് പറയും. ആ ചക്രത്തിൻ്റെ നിറങ്ങൾ പോലും ഓരോ ഗ്രഹങ്ങളുടേതാണ്. നിങ്ങൾ ആ നിറങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ദശപ്രാണൻ ഉള്ളിലേക്ക് പോയിട്ട് അത് 10 പിരിഞ്ഞ് അത് പല നാഡികളിലൂടെ ചക്രാസിൽ പോയി നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിനും പൂർത്തിയാകാതിരിക്കുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഗ്രഹങ്ങൾ മനുഷ്യനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. ആ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശരീരം പോലും കിട്ടുക. ഒരു വ്യക്തിയുടെ ബോധമണ്ഡലം അത് എവിടെ ജീവിക്കണമെന്ന് ഉള്ളത് ആ ഒരു ഭൂമിയുടെ ബോധമണ്ഡലം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. അങ്ങനെ മാത്രമേ അത് ജനിക്കാനും സാധിക്കുകയുള്ളൂ.